ഒരു 2 മാസം മുമ്പൊക്കെ നമ്മളുടെ ഒരു ധാരണയിൽ ഇങ്ങനെ ലഹരിയൊന്നും ഉപയോഗിക്കുന്ന കുട്ടികളോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്, നമ്മുടെ ഉമ്മത്തിലില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ജംഗ്ഷനിൽ വെച്ചുകൊണ്ട് മറ്റു സമുദായത്തിൽപ്പെട്ട ചില കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ കമ്മിറ്റി ഒന്ന് കാര്യമായിട്ട് കമ്മിറ്റിയിലെ നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാരും നാട്ടിലെ സഹോദരന്മാരെല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ആഴത്തിൽ ഇറങ്ങി ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ മഹലിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വളരെ കൃത്യമായി നോട്ട് ചെയ്ത 10-20 കുട്ടികൾ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല ലഹരി വിൽപ്പന നടത്തുക കൂടി ചെയ്യണം. അത് വല്ലാത്തൊരു അപകടമാണ്. ലഹരി വിൽപ്പന നടത്തുമ്പം ഇവർ കിട്ടുന്ന അതിൻ്റെ അവരെ മാർക്കറ്റ് നോക്കി നടക്കും. അപ്പം പാവപ്പെട്ട നിഷ്കളങ്കരായ നല്ല കുടുംബത്തിലൊക്കെ ഉള്ള നമ്മളെ കുട്ടികളുണ്ടല്ലോ, മക്കൾ, ഈ 20 കുട്ടികളിലുണ്ട് ഈ നല്ല, നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ കുട്ടികളെന്ന് തൊടുന്നു ഏതെങ്കിലും കോച്ചറായി കച്ചറാഴ്ചെടുക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നല്ല കുടുംബത്തിലുള്ള കുട്ടികളെ 20 കുട്ടികളെ വളരെ കൃത്യമായിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ അത് കണ്ടെത്തി പലരോട് സംസാരിച്ച് നോക്കിയപ്പം ലഹരി ഉപയോഗം മാത്രമല്ല ലഹരി വിൽപ്പന. അപ്പോൾ ഈ ലഹരി വിൽപ്പനയ്ക്ക് ഇവർക്കിത് പൈസ കിട്ടാൻ വേണ്ടി മാർക്കറ്റ് തേടി നടക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും കൂടി ചെല്ലും. സ്വന്തം ഉപയോഗം പോലെ അല്ല വിൽപ്പന എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഭീകരമാണ്. എന്നിട്ട് ഈ കുട്ടികൾക്കൊന്ന് ജസ്റ്റ് അവരെ കൊണ്ട് ആദ്യം ഒന്ന് കൊടുക്കും, പിന്നെ അതിന് അഡിക്റ്റ് ആവും. നമ്മളെ കുട്ടികൾ, നമ്മളെ മക്കൾ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മളറിയില്ല ഈ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആവുന്നത്. 1-2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. നമ്മളെ കുട്ടികൾ ഇത് രക്ഷപ്പെടുന്ന ആഗ്രഹിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല. വല്ലാത്തൊരു അഡിക്ഷനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒന്ന് എനിക്ക് പറയാനുള്ളത്, വീടുകളിൽ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ നന്നായിട്ട് നിരീക്ഷിക്കണം. നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ റൂം കൊടുത്തിക്കണമല്ലോ. നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ കുട്ടികൾ വായിലടച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കണം. നമ്മുടെ കുട്ടികളുടെ നിലപാടുകൾ, മുഖഭാവങ്ങൾ, അതേമാതിരി പെരുമാറ്റങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടോ, അമിതമായ ഉറക്കുണ്ടോ, അവരിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടെന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം കേട്ടോ. നിരീക്ഷിക്കണമെന്ന് മാത്രമല്ല, എന്തെങ്കിലും അപാകത കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അഭിമാനം വിചാരിച്ചിട്ട് നമ്മൾ ആരോടും പറയാതിരിക്കരുത്. കമ്മിറ്റിക്കാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിൽ തന്നെ പിടിച്ച് കുട്ടീനെ കുട്ടീന് പാവാണ്, കുട്ടികൾ ഇതിൽ പെട്ടുപോവാണ്. കുട്ടികളെ നമ്മൾ ഇതിൽ വലിയ റാക്കറ്റുകൾ വന്നിട്ട് ചൂണ്ടലിടുന്ന മാതിരി ചൂണ്ടലിട്ട് പിടിക്കണം കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് അത്തരം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധയിൽ പെടുത്തുക. ജാഗ്രത, ചെറുപ്പക്കാർ, യുവാക്കൾ, മക്കളെ, ഇത് വലിയൊരു അപകടമാണ് കേട്ടോ. നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നത് താൽക്കാലിക സുഖം കിട്ടും, പക്ഷേ ഇത് മഹാമാരിയാണ്, മഹാപകടകാരിയാണ്. സകലം തിന്മയുടെയും മാതാവാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട്. എല്ലാത്തിനും താക്കോലാണ്. താക്കോൽ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ലഹരിയോടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തിന്മയും ചെയ്യും നമ്മൾ. കാരണം നമ്മുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെടും, നമ്മുടെ തഖ്വ നഷ്ടപ്പെടും, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ പിശാചായിരിക്കും ഇടപെടുക. അത് പൈശാചികം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ പിശാചിൻ്റെ മാലിന്യത്തിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ ജാഗ്രത പുലർത്തണം. എവിടെയെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. ശ്രദ്ധയിൽപ്പെടുത്തുക. കമ്മിറ്റി ഭാരവാഹികളോ ആരാണ് ശ്രദ്ധയിൽപ്പെടുത്തുക, അവരെ പിന്തിരിപ്പിക്കാം. വലിയൊരു കയത്തിൽ മുങ്ങി തപ്പുന്ന നിങ്ങളൊരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ ജീവൻ കൊടുത്തിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തൂലേ? എന്നാൽ അതിനേക്കാളും വലിയ ഭീകരമാണ് കേട്ടോ ലഹരി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് എൻ്റെ മക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളോട് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും സുഹൃത്തുക്കൾ ലഹരി നിന്ന് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ച് മിണ്ടാതിരിക്കരുത്. അതും ഉപയോഗിച്ചോട്ടെ, ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അവരെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടത് എല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, ദുഃഖിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പറയണം ആരോട്? ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയണം. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തണം. അതിന് വളരെ സൈക്കോളജിക്കലായിട്ട് തന്നെ ഇടപെടുവാനും രഹസ്യമായി വെക്കാനും ഒക്കെയുള്ള കമ്മിറ്റി അതിന് ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാവരും ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, എല്ലാ വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ.